എങ്കിൽ നാളെ കോർട്ട് ഹിയറിംഗിന് മുമ്പ് ഞാൻ അഞ്ജലിയിൽ നിന്നും മോനിഷയായി മാറിക്കൊള്ളാം. ഇതെല്ലാം ചെയ്യാൻ ഒത്തിരി സമയം വേണ്ടിവരും. നീ വിചാരിച്ച വളരെ നിഷ്പ്രയാസം നടക്കൂ. ഒരു മിനിറ്റ് ഒന്ന് നിൽക്ക്. ഇതെന്താ? പ്രോപ്പർട്ടി ട്രാൻസ്ഫറിന്റെ ലീഗൽ പേപ്പേഴ്സ്. എനിക്ക് നന്നായിട്ടറിയാം നിന്റെ ഭർത്താവിന്റെ ആ സുഹൃത്ത് പ്രണവാണ്. അവനാണ് കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നിഷ്പ്രയാസം ആ 2 കാര്യങ്ങളെ എന്റെ പേരിലേക്ക് മാറ്റാനാകും. ഈ വീടും ഓഫീസും എന്റെ പേരിലായി കഴിഞ്ഞാൽ ഞാൻ വളരെ എളുപ്പത്തിൽ കോർട്ടിന് മുന്നിൽ മോനിഷയായി മാറിക്കഴിഞ്ഞിരിക്കും. നീ എന്താ ആലോചിക്കുന്നത്? ഞാൻ ആലോചിക്കുമായിരുന്നു, നീയാണ് മോനിഷയാണ് കൂടുതൽ തരം താഴ്ന്നതെന്ന്. നിനക്ക് എങ്ങനെ എന്നെ മോനിഷയായി കമ്പയർ ചെയ്യാൻ കഴിഞ്ഞു? അവര് നിന്റെ ഭർത്താവിന്റെ ജീവൻ എടുക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ ഞാൻ നിന്റെ ഭർത്താവിനെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. അതിന് പകരമായി ഞാൻ കുറച്ച് പണമല്ലേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. എനിക്ക് പ്രശ്നമൊന്നുമില്ല. നീ വേണമെങ്കിൽ ആ മോനിഷയ്ക്ക് ഫസ്റ്റ് പൊസിഷൻ കൊടുത്തോ, ഞാൻ സെക്കൻഡ് പൊസിഷനിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഞാൻ പണം അത് മാത്രമേ മാറ്റർ ചെയ്യുന്നുള്ളൂ. അതല്ലാതെ മറ്റൊന്നും എനിക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് യു ക്യാൻ ടേക്ക് യുവർ ടൈം. എനിക്ക് ഫോൺ ചെയ്താൽ മതി. ഇവള് പറയുന്നത് സമ്മതിച്ചാൽ കുടുംബം മുഴുവൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. അച്ഛമ്മയും മറ്റും ഈ പ്രായത്തിൽ, പിന്നെ ആ കുട്ടികളൊക്കെ, അവരൊക്കെ ഞാൻ എങ്ങനെ തെരുവിലിറക്കുക? സോറി മിസസ് മേനോൻ, എന്റെ സമയം ശരിയാക്കാൻ എനിക്ക് നിന്റെ സമയം മോശമാക്കേണ്ടി വരും. വളരെ ബുദ്ധിമുട്ടാ, ഒന്നും നടക്കില്ല. നീ എന്റെ അബിയുടെ കൂടെ ഉള്ളിടത്തോളം എന്റെ അഭിമോന് ഒന്നും സംഭവിക്കില്ല. ഇനി നിനക്ക് എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാനാവൂ പ്രിയ? നിന്റെ പക്കൽ ഒരേ ഒരു വഴിയുള്ളൂ, അതാണ് ഞാൻ. പ്രിയ, അമ്മേ, അമ്മയെ കൊണ്ട് എനിക്കൊരു ആവശ്യമുണ്ട്, വളരെയധികം ആവശ്യമുണ്ട്. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടല്ലോ. പക്ഷെ നീ ഇങ്ങനെ തളരാൻ പാടില്ല പ്രിയ. ചിലപ്പോഴൊക്കെ തളർന്നു പോകുന്നമ്മേ, ധൈര്യം ചോർന്നു പോകുന്ന പോലെ ബുദ്ധിമുട്ടായി തീരുന്നു. മോളെ, നീ എനിക്കൊരു ധൈര്യമാണ്. നിനക്ക് എങ്ങനെ തോൽവി സമ്മതിക്കാനാവും മോളെ? നീ ധൈര്യം വിടാതെ നോക്കണം. ധൈര്യം മുഴുവൻ ചോർന്നു പോയിരിക്കുന്നമ്മേ. എല്ലാം കാൽ കീഴിൽ നിന്ന് ഒലിച്ചു പോകുന്നതായി തോന്നുമ്പോ ഒന്നും ചെയ്യാനാകുന്നില്ല, ഒന്നിനും കഴിയുന്നില്ല. പ്രിയ, അമ്മ എനിക്കൊരു ചോദ്യത്തിന് ഉത്തരം തരണം. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ഈ കുടുംബം, ഈ കുടുംബത്തിലെ സന്തോഷങ്ങൾ, ഈ വീട്. അപ്പോ ആ മനുഷ്യനും, എനിക്കിതെല്ലാം നേടിത്തന്ന ആ മനുഷ്യൻ. നിനക്കുത്തരം കേൾക്കണമെന്നുണ്ടോ? ഞാൻ തരാം നിനക്കുത്തരം. വാ, ഇവിടെ ഇരിക്കെ. ഉത്തരം വേണോ അല്ലേ നിനക്ക്? നിനക്ക് ഏറ്റവും പ്രധാനം ആ ഒരാളാണ്.
ആ ഒരാളുണ്ടെങ്കിലേ നീയുള്ളൂ. ആ ഒരാളുണ്ടെങ്കിലേ നിന്റെ സന്തോഷമുള്ളൂ പ്രിയ. ആ ഒരാളുണ്ടെങ്കിലേ നിന്റെ ഈ നെറ്റിയിലെ സിന്ദൂരത്തിൽ തിളക്കം ഉണ്ടാകൂ. ആ ഒരു കാരണത്താലാണ് നിന്റെ എല്ലാ ബന്ധങ്ങളും ആ ഒരു കാരണം കൊണ്ടാണ് സന്തോഷായിട്ടിരിക്കുന്നത്. അതില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. നീ അതെന്നോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. പക്ഷെ എനിക്കറിയാം അഭിയില്ലാതെ പ്രിയ ഒന്നുമല്ല എന്ന്. ഒന്നുമല്ല എന്ന്. അഭിയുണ്ടെങ്കിലേ നീയുള്ളൂ. അഭിയിലാണ് നിന്റെ സന്തോഷം. നിന്റെ എല്ലാ ബന്ധങ്ങളും തുടങ്ങുന്നത് അവനിൽ നിന്നാണെന്ന് എനിക്കറിയാം. അതുപോലെ എല്ലാം അവസാനിക്കുന്നതും അവനിലാണ്. അതൊക്കെ ഈ അമ്മയ്ക്കറിയാം മോളെ. ഇനി അവനില്ലെങ്കിൽ പിന്നെ ഈ വീട് കൊണ്ട് എന്ത് കാര്യം? പക്ഷെ അവനുണ്ടെങ്കിൽ, ഈ വീടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് രണ്ടുപേർക്കും സന്തോഷത്തോടെ ജീവിക്കാനാകും. അവനാണ് നിന്റെ എല്ലാം. അവനാണ് നിനക്ക് ഏറ്റവും പ്രധാനം. ദേവന്മാരിലും ദേവിമാരിലും ഭർത്താവിന്റെയും ഭാര്യയുടെയും പേരുകൾ എത്ര ബഹുമാനത്തോടെയാണ് ആളുകൾ ഉച്ചരിക്കുന്നത്. ലക്ഷ്മി, വിഷ്ണു, രാമൻ, സീത, അല്ലേ? ഭാര്യയും ഭർത്താവും ഒന്നിച്ചുണ്ടെങ്കിൽ ആ ഒരു ശക്തി മറ്റെവിടെയും കാണില്ല. ഭാര്യയില്ലാതെ ഭർത്താവും ഭർത്താവില്ലാതെ ഭാര്യയും അപൂർണരായിരിക്കും. ഒന്നുമില്ലെങ്കിലും. പക്ഷെ അഭിയുണ്ടെങ്കിൽ എല്ലാം നേരെയാകും മോളെ. സാവിത്രി അവളുടെ ഭർത്താവിനെ മരണത്തിന്റെ വായിൽ നിന്നാണ് തിരികെ കൊണ്ടുവന്നത്. പക്ഷെ നീ എന്റെ ധൈര്യമുള്ള കുട്ടിയാണ്. നീ ധൈര്യം സംഭരിച്ചാൽ എല്ലാം നടക്കും. എനിക്ക് നിന്നെ ഒരു കാര്യം മാത്രമേ ഓർമ്മിപ്പിക്കേണ്ടതുള്ളൂ. നീ ചിന്തിക്കാൻ കഴിവുള്ളവളാണെന്ന്. അതുകൊണ്ട് തന്നെ നിനക്ക് നന്നായിട്ട് അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അഭിയുടെ പ്രാധാന്യം നിന്റെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമല്ലല്ലോ. ഇനി ഒരു കാര്യം നീ ഉറപ്പായി ഓർത്തു വെക്കണം മോളെ. നീ തളർന്നു പോയേക്കാം, പക്ഷെ നീ വീഴാൻ പാടില്ല. നിനക്ക് നിരാശയുണ്ടാകാം, പക്ഷെ തോൽവി സമ്മതിക്കരുത് മോളെ. എന്റെ അഭിയെ രക്ഷിക്കും മോളെ. അതിനുവേണ്ടി എന്ത് വില കൊടുക്കേണ്ടി വന്നാലും നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആ വില കൊടുക്കാം. എന്റെ അഭിമോഹത്തെ രക്ഷപ്പെടുത്തിയാൽ മതി. പിന്നെ ആ ജോലി അത് നിനക്ക് മാത്രമേ ചെയ്യാനാവൂ. നിനക്ക് അതിനാകും മോളെ. അത് നിനക്ക് ചെയ്യാനാവും. ഞാനൊരു ഉത്തരമാണ് ചോദിച്ചത്. അമ്മ എനിക്ക് വഴി കാണിച്ചു തന്നു. ഈ വഴിയിൽ എനിക്ക് എന്റെ ലക്ഷ്യം വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. ഐ എം സോ ഹാപ്പി. കാരണം നീ ആ കിരണിനെ ഇൻസൾട്ട് ചെയ്തില്ലേ? ഐ വിഷ് അവന്റെ മുഖം കാണാൻ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ സ്റ്റുപ്പിഡിന് ഇത് തന്നെ വേണം. ഓ ഗോഡ് ബേബി, ഒരു സെക്കൻഡ്, ആരുടെ കോള് വരുന്നുണ്ട്. ലിസൺ, ആ സ്റ്റുപ്പിഡ് കവിത ആന്റി വിളിക്കുന്നുണ്ട്. ഞാൻ അവരെ വിളിച്ചിട്ട് നിന്നെ വിളിക്കാം. ഓക്കെ ഓക്കെ, ബൈ. ഹലോ ആന്റി. ഷർലിൻ, വേർ ആർ യു ഷർലിൻ? എത്ര നേരമായി ഞാൻ കോൾ ചെയ്തോണ്ടിരിക്കുന്നു. എന്റെ കോളിന് ഇതുവരെ ആൻസർ ചെയ്യാത്ത എന്താ നീ? പിന്നെ നിന്റെ അമ്മയുടെ ഫോൺ എന്താ നോട്ട് റീച്ചബിൾ ആയിരിക്കുന്നേ? അത് ആന്റി, ഐ എം സോറി. അത് ഞാനൊരു ഇമ്പോർട്ടന്റ് കോളിലായിരുന്നു. പക്ഷെ എന്നിട്ടും കണ്ടോ, ഞാൻ ആന്റിയുടെ കോൾ എടുത്തു. കാരണം ആന്റി എനിക്ക് അത്ര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അമ്മയുടെ ഫോൺ കിട്ടാത്തത് എന്താന്ന് ഐ ഡോണ്ട് നോ. അത് ഞാൻ ഓഫീസിലേക്ക് പോവുകയല്ലേ, സോ ഐ ഹാവ് നോ ഐഡിയ. എനിവേസ്, ആ പൃഥ്വി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവന്റെ എൻഗേജ്മെന്റിന്റെ ഇൻവിറ്റേഷൻ കാർഡുമായിട്ട്. ഓ ഗോഡ്, ഇറ്റ്സ് സോ ഇറിറ്റേറ്റിംഗ്. ആ മിഡിൽ ക്ലാസ് അറക്കലുകാരുടെ എന്തെങ്കിലും ഫംഗ്ഷന് പോകുക എന്നുള്ളത്. പിന്നെ ഒരു പ്രധാന കാര്യം ഷാളിൻ, നിന്റെ അമ്മ ഇവിടേക്ക് എന്നാ വരിക? നിന്റെ രോഹിത്തിന്റെ വെഡിങ് ഡേറ്റ് ഫിക്സ് ചെയ്യാൻ എത്ര താമസിച്ചോന്നറിയാമോ? ഇനി ഇത് ലേറ്റ് ആക്കാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ ലോജിക്കലി നിന്റെ അമ്മ വേണമല്ലോ ഇവിടേക്ക് ആദ്യം വരാൻ. ആഫ്റ്റർ ഓൾ ഞങ്ങൾ ചെക്കന്റെ വീട്ടുകാരല്ലേ. എന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ.
പിന്നെ ഈ കിഴവിയുടെ അഹങ്കാരമെല്ലാം ഞാൻ തീർക്കുന്നുണ്ട്. ഇതിപ്പോ ആൺവീട്ടുകാരുടെയും പെൺവീട്ടുകാരുടെയും ഒന്നും കാര്യമല്ല ഷേളിൻ. ഈ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കണമെന്ന എന്റെ ആഗ്രഹം. ഇത് ഡിലേ ചെയ്യാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. എത്ര നാളായി ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. എനിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നില്ല. ആഫ്റ്റർ ഓൾ നിങ്ങളൊക്കെ എന്തിനു വേണ്ടിയാ കാത്തിരിക്കുന്നതെന്ന്. ആന്റി റിലാക്സ്. ഈ പ്രീതയുടെയും പൃഥ്വിയുടെയും എൻഗേജ്മെന്റ് ഒന്ന് കഴിഞ്ഞോട്ടെ, അതിനുശേഷം ഞാൻ അമ്മയോട് സംസാരിക്കാം എന്റെ കല്യാണ കാര്യം. എന്തിന്? നീയും ആ പ്രീതയുമായിട്ട് എന്താ ബന്ധം? നിനക്ക് ആ പ്രീതയെ കുറിച്ചുള്ള ചിന്ത എപ്പോ മുതലാ തുടങ്ങിയത്? ഞാൻ വിചാരിച്ചത് നിനക്ക് പ്രീത ഇഷ്ടമല്ലെന്നാ. ഞാൻ ആന്റിയോട് എങ്ങനെ പറയാനാ? എന്റെ ജീവിതം പ്രീതയുടെ ജീവിതവുമായി വിചിത്രമായ രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അവളാണല്ലോ എന്റെ ഏറ്റവും വലിയ ശത്രു. പക്ഷെ കഷ്ടം എന്താന്ന് വെച്ചാ എനിക്കത് ആരോടും പറയാൻ പറ്റില്ല എന്നതാ. എന്തു പറ്റി? എന്താ ഉത്തരം തരാത്തെ? ആൻസർ മീ ഷേർലിൻ. ഒന്നുമില്ല ആന്റി. അത് ആക്ച്വലി എന്താ ആലോചിച്ചതെന്ന് വെച്ചാ, കണ്ടില്ലേ, പ്രീതയുടെ പൃഥ്വിയുടെ എൻഗേജ്മെന്റ് നാളെ വൈകുന്നേരമാണ്. ഇനി എന്റെ കല്യാണം നാളെ നടത്താൻ പറ്റില്ലല്ലോ, അല്ലേ? എനിവേ ഷേർലിൻ, നീ നിന്റെ അമ്മയോട് സംസാരിക്കണമെന്നാ ഞാൻ പറയുന്നത്. എന്നിട്ട് എത്രയും വേഗം നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണത്തിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യണം. മനസ്സിലായോ? ഓക്കെ, ബൈ ആന്റി. ഞാൻ നിങ്ങളോട് എന്ത് പറയാൻ ആന്റി? എന്റെ കല്യാണം നടക്കുന്നതിനേക്കാൾ പ്രധാനം പൃഥ്വിയുടെയും പ്രീതയുടെയും എൻഗേജ്മെന്റും കല്യാണമാണ്. പക്ഷെ അത് നാളത്തെ എൻഗേജ്മെന്റിൽ ഒരു പ്രോബ്ലം ഉണ്ടാവാൻ പാടില്ല. കാരണം സ്റ്റുപ്പിഡ് കിരൺ അവൻ എന്റെ പുന്നു ബേബിയുടെ പിറകെ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക. പ്ലീസ് ഗോഡ്, എല്ലാം ശരിയായിട്ട് നടക്കണേ. ഞാൻ വൃത്തികെട്ട പൃഥ്വി അത്ര പെട്ടെന്ന് ജയിക്കാൻ സമ്മതിക്കില്ല. ഓ ഗോഡ്, അറിയില്ല പ്രീതിക്ക് അവന്റെ തനിനിറം മനസ്സിലാവാത്ത എന്താണെന്ന്. അവൾക്ക് എങ്ങനെയാ പൃഥ്വി കല്യാണം കഴിക്കാനാവുന്നേ? ഐ മീൻ ആ പൃഥ്വി ബ്ലഡി ലൂസർ. പ്രീതിയുടെ കല്യാണം മറ്റാരും നടന്നോട്ടെ, ആ പ്രദീപ് ആണേലും കുഴപ്പമില്ല. പക്ഷെ പൃഥ്വി ഇല്ല, ഇതൊരിക്കലും നടക്കാൻ പാടില്ല. ആ മാനസി ആ സമയത്ത് അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ 100% വിജയിക്കുമായിരുന്നു. ഈ എൻഗേജ്മെന്റ് പണ്ടേ മുടങ്ങിപ്പോയനെ. പക്ഷെ ഇപ്പൊ സോളിഡ് പ്രോബ്ലം ആണ്. എന്റെ കയ്യിൽ ഒരു പ്ലസ് പോയിന്റും ഇല്ല. ഇനി ഞാൻ എന്താ ചെയ്യാ? ഞാൻ പോയിരിക്കും. എന്നിട്ട് പ്രീതിയോട് ചെന്ന എല്ലാ സത്യം തുറന്നു പറയും. പൃഥ്വിക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, അവളുമായിട്ട് അഫയർ നടക്കുകയാണെന്ന്. എന്നിട്ട് മാനസിയോട് കാര്യം കൺഫേം ചെയ്യാൻ പറയും. യെസ്, മാനസ് ഇത് സമ്മതിക്കുക തന്നെ ചെയ്യും. കാരണം അവൾ പൃഥ്വി അവന്റെ ഗേൾ ഫ്രണ്ടിനൊപ്പം കണ്ടായിരുന്നു. പൃഥ്വി, നീ എന്നോട് ചലഞ്ച് ചെയ്തോട്ട് ശരിയായില്ല. അങ്ങയെ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള പ്രതിജ്ഞ എനിക്ക് പൂർത്തിയാക്കാനാവില്ല. പക്ഷെ കുടുംബത്തോട് ചേർക്കുമെന്നുള്ള പ്രതിജ്ഞ ഞാൻ ഉറപ്പായും ചെയ്തിരിക്കും. അങ്ങയെ രക്ഷിച്ചു കഴിയുമ്പോൾ നമ്മുടെ തലയ്ക്ക് മീതെ ഈ കൂര ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ നമുക്ക് പരസ്പരം കൂട്ടായിരിക്കാമല്ലോ. നമ്മൾ പരസ്പരം താങ്ങാവുകയാണെങ്കിൽ ഇതുപോലുള്ള വീടുകൾ നമുക്ക് ഇനിയും ഉണ്ടാക്കാനാവും. അഭി ദ റോക്ക് സ്റ്റാർ, ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയത്തുടിപ്പ്. അയാൾ ഇത്രയും വലിയൊരു തട്ടിപ്പുകാരനാണെന്ന് ആരും പ്രതീക്ഷിച്ചു കാണില്ല. ഭാര്യയായിട്ട് പ്രിയ വീട്ടിനകത്തും കാമുകിയായിട്ട് മോനിഷ വീട്ടിന് പുറത്തും. നിങ്ങൾക്കിത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അഭിഷേക് മേനോന് മോനിഷയുമായിട്ടുള്ള ബന്ധം, ഓ ഐ എം സോറി, അവിഹിത ബന്ധം ഒരു കോൺസേർട്ടിൽ നിന്നാണ് ആരംഭിച്ചത്. വാവ്, ഇൻട്രസ്റ്റിംഗ്. ഇങ്ങനെയുള്ള വലിയ ആളുകളല്ലേ ഷോക്കും കൊണ്ട് നടക്കേണ്ടത്. ഹലോ, നീ ഞാനുമായി ചെയ്യാൻ പോകുന്ന ഉടമ്പടി, ആ ഉടമ്പടി എനിക്ക് സമ്മതമാണ്. ഗുഡ്. സി, എവരിവൺ ഹാസ് എ പാഷൻ. ഓരോരുത്തർക്കും ഓരോ വിധത്തിൽ എന്തെങ്കിലും ഒരു പാഷൻ ഉണ്ടാവുമല്ലോ. എനിക്കും ഒരു പാഷൻ ഉണ്ട്, പണം ഉണ്ടാക്കാനുള്ള പാഷൻ. ഞാനൊരു നല്ല ബിസിനസ് വുമൺ ആണ്.
നോക്കൂ, വിജയിക്കുന്നവന് ഒരിക്കലും ക്ഷമ ചോദിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എനിക്ക് ഖേദിക്കേണ്ട ആവശ്യമില്ല. നിനക്ക് വളരെയധികം നഷ്ടങ്ങളുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതുകൊണ്ട് നിനക്ക് പ്രയോജനവും ഉണ്ട്. സി, ഐ ആം മേക്കിംഗ് മണി കട്ട് ഓഫ് യു. പക്ഷെ ഞാൻ നിന്നെ പൂർണ്ണമായും സഹായിക്കും. നിന്റെ ഭർത്താവിനെ ജയിൽ മോചിതനാക്കും. അതിന് പ്രത്യുപകാരമായി പണം വാങ്ങുന്നു. ദാറ്റ്സ് സിമ്പിൾ. എന്റെ സംസാരം കേട്ടിട്ട് ചിലപ്പോൾ നിനക്ക് സുഖിക്കുന്നുണ്ടാവില്ല. ബട്ട് ദാറ്റ്സ് ഹൗ ഐ ആം. ഞാൻ പണം മാത്രമേ നോക്കാറുള്ളൂ. എനിക്ക് നിന്നെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ആൾക്കാരെ കാണാനേ പറ്റില്ല. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരെ. എന്തൊക്കെ ഫോർമാലിറ്റീസ് ഉണ്ടോ ഞാൻ അതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കും. നീ നാളെ ഒന്ന് നേരത്തെ എഴുന്നേറ്റാ മതി. ഓഫ് കോഴ്സ്, ഞാൻ നേരത്തെ എഴുന്നേക്കും. ഇൻഫാക്ട് എനിക്ക് നല്ല ഉറക്കവും കിട്ടും. ബട്ട് ഐ ആം സ്ലൈറ്റ്ലി വറീഡ്. നിനക്ക് ചിലപ്പോൾ ഉറക്കം നന്നായിട്ട് കിട്ടിയെന്ന് വരില്ല. ഞാൻ നാളെ വരുമോ ഇല്ലയോ എന്നുള്ള ചിന്തയിലായിരിക്കും നീ കിടക്കുക. ഇനി ഞാൻ മോനിഷ ആകുമോ അതോ പിന്മാറുമോ എന്നോർത്തിട്ട്. പിന്നെ നമ്മൾ തമ്മിലുള്ള ഉടമ്പടി അത് ഞാൻ വേണ്ടെന്ന് വെക്കുവോ? അങ്ങനെയാണെങ്കിൽ പിന്നെ കേസും നടക്കില്ല. നാളെ 9 മണിക്ക് എവിടെ വെച്ച് കാണണമെന്നുള്ള കാര്യം ഞാൻ നിനക്ക് മെസ്സേജ് ചെയ്യാം. ഓക്കെ. അമ്മ ഇത് നോക്ക്, ഇത് നല്ല ഭംഗിയില്ലേ? ഇത് എങ്ങനെയുണ്ടെന്ന് നോക്ക്. നന്നായിട്ടില്ലേ? ഇതും കൊള്ളാം, പക്ഷെ എനിക്കിതാ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഞാൻ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. എടാ മോനെ, നീ ഇത് ഇത്ര പെട്ടെന്ന് എങ്ങോട്ടായി പോന്നേ? ഇല്ലമ്മേ, ഞാൻ ഇവനെ വേറെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടില്ല കവിത ചേച്ചിയുടെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട്. ഓ പെട്ടല്ലോ. എനിക്ക് പ്രീതിയുടെ വീട്ടിലേക്ക് പോവാൻ വേണം. പക്ഷെ ഇവര്